കണ്ടോ ദേ നമ്മുടെ കുപ്പിക്കകത്ത് എന്താ കിടക്കുന്നതെന്ന് കണ്ടോ. ഇതിൻ്റെ കഥ ഞാൻ പറയാമേ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഇവിടെ ഒരു ഫാമിൽ പോയായിരുന്നു. ഫാമിൽ നിന്ന് കിട്ടിയ മാങ്ങ കേട്ടോ. മാവേന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. പച്ചമാങ്ങ എല്ലാം നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടും പിന്നെ കുറേ പേർക്കൊക്കെ കൊടുത്തൊക്കെ അങ്ങ് തീർത്തു. ഇതാണെങ്കിൽ പഴുത്ത മാങ്ങയായിരുന്നേ, അന്നിട്ട് വെച്ചതാണേ. ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഇതൊന്ന് തുറന്നു കേട്ടോ. അതിന് ചേച്ചിയൊക്കെ വന്ന ദിവസമേ വായിലേ വെള്ളം വരുന്നു കേട്ടോ. അപ്പോഴേ ചേച്ചിയൊക്കെ വന്ന സമയത്ത് ഡിസംബറിൽ ഒന്ന് എടുത്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ 1 വർഷത്തോളം ആയില്ലേ. എൻ്റെ അമ്മോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ. ഈ പരുവമായി ഇതെങ്ങനെ ഇനിയും അകത്താക്കണമെന്ന് ചോദിച്ചാൽ പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. ഈ ചൂടത്തിരുന്ന് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് വയ്യ. എങ്കിൽ തന്നെയും ഇന്ന് പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കുമ്പം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത മാങ്ങായാണിത് കേട്ടോ. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ. എൻ്റെ അമ്മ ആരും കൊതിവിടല്ലേ. ദേ അതിനകത്ത് പിന്നെ അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ മുളക്, ഉണ്ടമുളകും നമ്മുടെ കാന്താരി മുളകും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദ്രവിച്ചു പോയി കേട്ടോ, ഒരു പരുവായിട്ടുണ്ടേ. അപ്പോൾ പക്ഷേ ഇതൊക്കെ കഴിക്കാൻ കുറേ പേര് കൂട്ടിനൊക്കെ വേണം, എന്നാലല്ലേ രസം വരത്തുള്ളൂ. പക്ഷേ എന്നാലും ഞാനൊന്ന് കഴിച്ച് കാണിക്കാമേ. നിങ്ങൾ കണ്ടോണേ, കൊതുവിടല്ലോ കേട്ടോ. ഈശോപ്പച്ചോ ദേ അയ്യോ ഉപ്പും എരി എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ആരും കൊതി വിട്ടിട്ട് എന്നെ ഒന്നും പറയരുത് കേട്ടോ. ദേ വരാമെങ്കിൽ തരാം. ഇപ്പം വന്ന ഒരാഴ്ചയും കൊണ്ട് വേണമെങ്കിൽ തരാം. ഇത് ഞങ്ങൾ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ദേ പിന്നെ ഒരു മുളക് നോക്കട്ടെ. ഈ ചൂടത്ത് ഈ മുളക്, പക്ഷേ മുളകിനകത്തൊന്നും ഒന്നുമില്ല, എല്ലാം മാങ്ങായി പിടിച്ചിട്ടുണ്ടേ. കണ്ട മുളകിൻ്റെ എരിയൊക്കെ പോയിട്ടുണ്ട്, കാരണം മാങ്ങായിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഓക്കെ ടാറ്റ ബൈ, സീ യു.